വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. പ്രധാനമായും നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിന്റെ അടക്കം പങ്കിൽ PV അൻവർ ഉന്നയിച്ച ആരോപണമുണ്ട്. അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു വെളിപ്പെടുത്തൽ അത് നടത്തുന്നത് വിവാദ ഇടനിലക്കാരൻ, നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ സ്വപ്നയുമായൊക്കെ ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്ന ഷാജ് കിരണാണ്. ADGP MR അജിത് കുമാറിനെതിരെ വിവാദ വെളിപ്പെടുത്തലുമായാണ് ഷാജ് കിരൺ ന്യൂസ് 18 രംഗത്ത് വരുന്നത്. ഷാജ് കിരൺ നിരവധി തവണ അജിത് കുമാർ ഷാജ് കിരണുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തു കേസിൽ സരിത്തിനെ കസ്റ്റഡിയിലെത്തിയ ശേഷം MR അജിത് കുമാറിനുണ്ടായത് നേട്ടങ്ങൾ മാത്രമെന്നാണ് ഷാജ് കിരൺ പറയുന്നത്. 2022 ജൂൺ 8 ഷാജ് കിരണും MR അജിത് കുമാറും തമ്മിൽ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. നമുക്ക് ഷാജ് കിരണുമായി സംസാരിച്ചിരുന്നു ഡാൻ കുര്യൻ. ആ ഓഡിയോ ക്ലിപ്പിലേക്ക് പോകാം. അപ്പം എനിക്ക് പോലീസിൽ വളരെ ദീർഘനാളായി ബന്ധമുള്ള ഒരാളായിരുന്നു MR അജിത് കുമാർ. അപ്പം ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്. ഒരു 164 കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഇവര് പറയുന്നത് പല അജണ്ടയുടെ ഭാഗമായിട്ടാണ് തലേന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഫാദറുമായിട്ട് റിട്ടയർമെന്റ് വിസിറ്റിൽ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സരിത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പം സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ സേവ് മീ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞോളം, നമുക്ക് അത്രയും ബന്ധമുള്ളത് കൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കട്ടെ, നീ നിന്റേതായ രീതിയിൽ അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്യും. അതായത് വിജിലൻസ് സംഘമാണ്, വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അങ്ങനെ നേരത്തെ തന്നെ അറിയിച്ചതല്ലേ, ഇത് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ പറയാൻ അത് വിജിലൻസിന്റെ ഒരു ടീമാണ് പിടിച്ചുകൊണ്ട് പോയത്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും, ഒരു ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ കാര്യം അതുപോലെ തന്നെ സ്വപ്നയിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനെ സംഭവമുണ്ട്, അദ്ദേഹം എങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്വപ്നയെ കാണാൻ പാലക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവരെ കാണാൻ പോവുകയാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്നു, അവിടെ ചെന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കാണുമ്പോൾ അവർ അന്ന് പല കാര്യങ്ങളും പറഞ്ഞു, അതായത് മാനിപ്പുലേഷൻ ആണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അല്ല, എന്റെ സംശയം അതല്ല. ഈ അദ്ദേഹം നിങ്ങളിത് ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം സമാന്തരമായിട്ട് ഒരു സംഘത്തെ അയക്കുന്നു ഈ സരിത്തിനെ പിടികൂടാൻ. അതെനിക്ക് അറിയത്തില്ല ഡാൻ. ഈ 164 കൊടുത്തിട്ട് പോകുന്ന വഴി ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്, നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കില്ലേ? അപ്പൊ എന്നോട് അവർ പറഞ്ഞു, അത് അങ്ങനല്ല, കുറെ കാര്യങ്ങളുണ്ട്, അജണ്ടയുണ്ട്, അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിലെന്തോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ദിവസം രാവിലെ ഈ സ്ഥലത്തിനെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് നമ്മൾ വാർത്തയിൽ പിന്നെ കാണുന്നത്. അന്ന് പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന വിജിലൻസ് ടീമാണ്, അന്ന് ഇദ്ദേഹമാണ് വിജിലൻസ് ഹെഡ്. അന്ന് ഞാൻ പാലക്കാട് പിന്നീട് HRDSന്റെ ഓഫീസിലേക്ക് പോകുന്നു. HRDSന്റെ ഓഫീസിലാണല്ലോ പുള്ളിക്കാരുള്ളത്. ഞാൻ പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വാട്സ്ആപ്പ് കോളായിട്ടും നോർമൽ കോളായിട്ടും വന്നേക്കുന്നത്. ഫ്രണ്ട്സായിട്ടും എന്റെ ഫോൺ കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്റെ ഫ്രണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചു വെച്ച ഫോണിന്റെ സ്ക്രീൻഷോട്ട് വരെ എന്റെ കയ്യിലുണ്ട്. സ്വപ്ന സുരേഷിന്റെ സരിത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അവസാനമായി സംസാരിക്കുന്നത്. അന്ന് പാലക്കാട് വരെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്വപ്ന സുരേഷ് ഈ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരാൾ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വരെ ഞാൻ MR അജിത് കുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം. അതിനുശേഷം പിന്നീട് ഒരു കാലത്തും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഷാജ് കിരൺ ഡാൻ കുര്യനുമായി സംസാരിച്ചതാണ് കേട്ടത്. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപ് തന്നെ ഒരുപാട് നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ ഇടനിലക്കാരനായ ഷാജ് കിരൺ, സ്വപ്ന സുരേഷ്, ADGP അജിത് കുമാർ ഒക്കെ അടങ്ങുന്ന ഒരു നെക്സസ് അത് വല്ലാത്ത തരത്തിൽ ഈ കേസിന്റെ പല തലങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ആ ഘട്ടത്തിലൊക്കെ പുറത്തു വന്നത്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന വിവരങ്ങൾ ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ് എന്നുള്ളതാണ്. അത് വാട്സപ്പ് ചാറ്റുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട. MR അജിത് കുമാർ ഷാജ് കിരണിനെ ഈ വാട്സപ്പ് കോളിലൂടെ വിളിക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ അടക്കം നമ്മൾ പുറത്തുവിടുന്നുണ്ട്. ഈ ഷാജ് കിരൺ പറയുന്നത് തന്റെ സ്മാർട്ട് ഫോണുകൾ ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല, വിവരങ്ങൾ മറ്റൊരു ഫോണിലേക്ക് കോപ്പി ചെയ്തു, താനും തന്റെ സുഹൃത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ, അതുവരെ ഉണ്ടായ സംഭാഷണങ്ങളൊക്കെ ഈ ഫോണിലുണ്ടായിരുന്നു. ഈ ഫോൺ MR അജിത് കുമാറിന്റെ പക്കൽ
പക്കലാണ്, ഈ പോലീസിന്റെ പക്കലാണ്, പലതവണ ആവശ്യപ്പെട്ടിട്ടും തിരികെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പല തരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തുന്നത് എന്നുള്ളതാണ്. അതായത് ന്യൂസ് 8ന്റെ ബിഗ് ബ്രേക്കിംഗ് എന്നുള്ളത് ഈ ഷാജ് കിരണിന്റെ ഈ വിവാദമായ വെളിപ്പെടുത്തലാണ്. ഈ സരിത്തിനെ അറസ്റ്റ് ചെയ്ത ശേഷം, അന്ന് വിജിലൻസ് മേധാവി ആയിരുന്നു MR അജിത് കുമാർ, സരിത്തിനെ അറസ്റ്റ് ചെയ്ത ശേഷം നേട്ടങ്ങൾ ഉണ്ടായത് ഈ പറഞ്ഞതുപോലെ ഈ MR അജിത് കുമാറിനാണ് എന്ന് ഷാജ് കിരൺ പറയുന്നു. അത്രത്തോളം വലിയ വലിയ വെളിപ്പെടുത്തലുകൾ ഷാജ് കിരണിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നത് നിർണായകമാണ്. MR അജിത് കുമാറിന് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ട് എന്ന് ഉള്ള ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല, PV അൻവർ ഭരണകക്ഷി MLA ആണ്. അതിനോട് ചേർത്ത് നിർത്താവുന്ന ചില കാര്യങ്ങളാണ് ഈ ഷാജ് കിരൺ ഇടനിലക്കാരൻ വെളിപ്പെടുത്തുന്നത്.